റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹുവേ, ഞങ്ങളെ മദനീയം കുടുംബത്തിന്റെ ശരീരങ്ങളിലുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹ്, ഈ മജ്‌ലിസിൽ പങ്കെടുത്ത് ഞങ്ങളെ കൂടെ ഖുർആൻ ഓതിയ, ദിക്ർ ചൊല്ലിയ, സ്വലാത്ത് ചൊല്ലിയ, ഹദ്ദാദ് ചൊല്ലിയ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ ഏതെല്ലാം മുത്തുമുമിനീങ്ങളുണ്ടോ, മുത്തുമുമിനാത്തുകളുണ്ടോ അല്ലാഹുവേ, എല്ലാവരുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും വേദനകളും വിഷമങ്ങളും എല്ലാം നീ മാറ്റിത്തരണേ അല്ലാഹ്. നീ റാഹത്തിലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അസ്ഹാബുൽ ബദറിന്റെ കാവൽ ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. ഞങ്ങളെ വീടുകളിൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബങ്ങളിൽ നൽകണേ അല്ലാഹ്. രോഗികളായി കഴിയുന്നവർക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. മാരകമായ ഒരു രോഗവും അല്ലാഹ് ഞങ്ങളെ ശരീരങ്ങളിൽ നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ വയറുകളിൽ നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണുകളിൽ നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ വായകളിൽ നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ശരീരങ്ങളിൽ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാൻ തരണേ അല്ലാഹ്. ഞങ്ങളെ നീ മുഅ്മിനീങ്ങളാക്കണേ അല്ലാഹ്. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഖബറിന്റെ അദാബിൽ നിന്നും നാളെ ആഖിറമാകുന്ന ലോകത്തുള്ള എല്ലാ അദാബുകളെ തൊട്ടും ബലാ മുസീബത്തുകളെ തൊട്ടും അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. ഞങ്ങളെ ഈമാൻ നീ സലാമത്തിലാക്കണേ റഹ്മാനെ. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്, ഐബാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗികളായി കഴിയുന്ന ആരെല്ലാം ഉണ്ടോ അല്ലാഹുവേ, പ്രസവാനന്തരം ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് അല്ലാഹ്. ഞാൻ ജബ്ബാർ ഉസ്താദിനെ കാണാൻ പോയി, അൽഹംദുലില്ലാഹ് സംസാരിക്കുന്നുണ്ട്. ശരീരത്തിന്റെ ഒരു ഭാഗം അല്പമൊന്ന് അനക്കാനുള്ള പ്രയാസമുണ്ട് അല്ലാഹ്. കാമിലായ ആജിലായ ശിഫായിനെ നീ കൊടുക്കണേ അല്ലാഹ്. കൈകാലുകളെല്ലാം നന്നായി അനക്കാനും ചലിപ്പിക്കാനുമുള്ള കഴിവ് അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ റഹ്മാനെ. നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സമാധാനത്തിലാക്കണേ അല്ലാഹ്. ഇസ്സത്തിലാക്കണേ റബ്ബേ. ഒരു ബലായിലും മുസീബത്തിലും നീ പെടുത്തല്ലേ അല്ലാഹ്. എല്ലാ നിലക്കുമുള്ള റാഹത്ത് അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്കോ ശരീരം തളർന്നു പോകുന്ന രോഗങ്ങളോ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. ഇന്നൊരു സഹോദരി ഉമ്മ വിളിച്ചിട്ട് മകള് പ്രസവത്തിന് കൊണ്ടുപോയി. ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാര് പറയുന്നത്. ഞാൻ പറഞ്ഞു, അല്പം കാത്തു നിൽക്കാൻ പറയണം. മടവൂർ ശൈഖുനാന്റെ പേരിൽ ഖത്മ് നേർച്ചയാക്കണം. ഖാസിം വലിയുള്ളാന്റെ പേരിൽ ഫാത്തിഹ ഓതണം. അൽഹംദുലില്ലാഹ്, നിശ്ചിതമായ എണ്ണം ഫാത്തിഹ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ സഹോദരി പ്രസവിച്ച് സുഖമായി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, കുഞ്ഞിന് ഉമ്മക്കൊക്കെ നീ നല്ല റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ എത്രയോ സഹോദരിമാരുണ്ട്. എല്ലാവർക്കും നീ കാമിലായ ആജിലായ ശിഫായിനെ നീ കൊടുക്കണേ അല്ലാഹ്. തിരൂരിലെ മാനുപ്പാന്റെ വീട്ടിൽ പോയി. അല്ലാഹുവേ, 2 സഹോദരിമാര് ഗർഭിണികളാണ് അല്ലാഹ്. ഒന്ന് ആദ്യത്തേത് ഓപ്പറേഷനാണ്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഗർഭിണിയാണ്. 5 മാസമായി. ഗർഭകാലം പൂർത്തിയായി നല്ല റാഹത്തോടെ
സുഖമായി പ്രസവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മർക്കസിലുണ്ടായിരുന്ന തങ്ങളുണ്ട്. ആ തങ്ങളെ തിരൂരിനടുത്തുള്ള തൃശ്ശൂരിനടുത്തുള്ള ഒരു കുടുംബത്തിൽ ഒരു വീട്ടിലെ ഒരു ഉപ്പാരുമ്മ വയസ്സാണവര്. അവർക്ക് വേറെ ആരുമില്ല. അവരുടെ വീടുകളിൽ നിന്ന് എല്ലാ ദിവസവും അവർ കിടന്നിട്ട് മദനിയത്തിൽ പങ്കെടുക്കും. ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, ഖബൂലിയത്ത് നൽകണേ റബ്ബേ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ വെന്നീരുള്ള സിറാജുദ്ദീൻ സഖാഫി